റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജിഹാദിൽ പങ്കാളികളാകാനാണ് ചിലർ വന്നിട്ട് മദീനയിൽ സമ്മതം ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിക്കാറുള്ളത് അഹയ്യുൻ വാലിദാക്, വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ്. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ ഫഫീഹിമാ ഫജാഹിദ്, എങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്ത്. അഹയ്യുൻ ഉമ്മുക്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന ചോദ്യത്തിന് നഅം എന്ന് പറയുമ്പോൾ ഇൽസം റിജ്ലൈഹാ ഫസമ്മത്തൽ ജന്ന, എങ്കിൽ ആ ഉമ്മാൻ്റെ കാൽ കീഴിൽ വിടാതെ കൂട്, അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചയച്ച ചരിത്രം. അവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിച്ചത്. അവർ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് ചോദിച്ചില്ല. അമുസ്ലിമീങ്ങളാണ് മാതാപിതാക്കൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചിലർ പറഞ്ഞ ചരിത്രം കാണാം. അപ്പോൾ തുരീദുൽ ജന്ന, നിനക്ക് സ്വർഗമാണോ വേണ്ടത് എങ്കിൽ ഇർജി ഇലൈഹിമ, മാതാപിതാക്കളുടെ അടുക്കലേക്ക് നീ തിരിച്ചു ചെല്ല്, വസമ്മത്തൽ ജന്ന, അവിടെയാണ് സ്വർഗമുള്ളത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരക്കാരെ ഉണർത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കും. അമുസ്ലിമീങ്ങളാണ് മാതാപിതാക്കളെങ്കിലും മാതാപിതാക്കളാണോ അവരെ സഹവസിച്ച് അവരെ സേവിച്ച് ജീവിക്കാനാണ് നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത്.